സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന അറിയിപ്പുകളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണത്തിന്റെ ആദ്യഘട്ടത്തിൽ 10 ലക്ഷത്തോളം പേർക്കാണ് തുക ലഭിച്ചത്. ആദ്യഘട്ടത്തിൽ തുക ലഭിക്കാത്തവർക്കും അതുപോലെ തന്നെ രണ്ടാം ഘട്ടത്തിലേക്ക് ലഭിച്ച ലക്ഷക്കണക്കിന് പുതിയ അപേക്ഷകളിൽ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വെരിഫിക്കേഷൻ നടന്നുവരികയാണ്. അപേക്ഷകളുടെ എണ്ണം സർക്കാർ ഔദ്യോഗികമായി ജില്ല തിരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടില്ല എങ്കിലും ആദ്യഘട്ടത്തിൽ ഉൾപ്പെടാത്ത അർഹരായ എല്ലാവരെയും രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാലോ ആവശ്യമായ രേഖകൾ ഇല്ലാത്തതിനാലോ നിരവധി അപേക്ഷകൾ പ്രാഥമിക ഘട്ടത്തിൽ തള്ളപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. നിങ്ങളുടെ അപേക്ഷയുടെ നിലവിലെ സ്ഥിതി അറിയാൻ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. രണ്ടാം ഘട്ട വിതരണം മാർച്ച് മാസത്തിൽ ആദ്യം തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ മുതലാണ് ആരംഭിച്ചത്. നിരവധി പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തിച്ചേർന്നു. ഇനിയും തുക ലഭിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളും ഒക്കെയായി തുക എത്തിച്ചേരും. അടുത്ത അറിയിപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ 1.5 ലക്ഷം വിദ്യാർത്ഥികൾക്ക് 1500 രൂപ വീതം ശുചിത്വ സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമായി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്നതാണ് വിദ്യാർത്ഥി ഹരിതസേന സ്കോളർഷിപ്പ് ഇക്കോസെൻസ് പദ്ധതി. ഇതിന്റെ വിതരണോദ്ഘാടനം ഇന്ന് മന്ത്രി വി ശിവൻകുട്ടിയാണ് നിർവഹിച്ചത്. അടുത്ത അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു വിതരണത്തെക്കുറിച്ചാണ്. രാജ്യത്തെ 9 കോടി കർഷകരാണ് PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാമത്തെ ഗഡു വിതരണത്തിനായി കാത്തിരിക്കുന്നത്. 22ാമത്തെ ഗഡു വിതരണം മാർച്ച് മാസത്തിൽ ആദ്യവാരത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് അറിയിപ്പ്. മാർച്ച് 6-ന് കേരളത്തിൽ വെച്ചായിരിക്കും ഇതിന്റെ വിതരണമെന്നും സൂചന ലഭിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തീയതി അറിഞ്ഞതിന് ശേഷം വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.